ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് കെ സുരേന്ദ്രൻ തുടരാൻ സാധ്യത. 5 വർഷം ഒരു ടേണായി പരിഗണിക്കാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമെന്നാണ് സൂചന. പി.കെ. കൃഷ്ണദാസ് പക്ഷം ഓൺലൈൻ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. വി വിനോദ് ചേരുന്നു. വിനോദ്, വീണ്ടും ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിൽ പടയൊരുക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും എന്ത് സൂചനകളാണ് ഇപ്പോഴുള്ളത്? അപർണ, അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ ബി.ജെ.പിയിൽ ഉടലെടുക്കുന്നത്. നേരത്തെ സുരേന്ദ്രന്റെ കാലാവധി പൂർത്തിയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കാലാവധി പൂർത്തിയായത്. എന്നാൽ പല സംസ്ഥാനങ്ങളിലും അധ്യക്ഷന്മാർക്ക് പിന്നെയും സമയം നീട്ടിക്കൊടുത്തു. അങ്ങനെയാണ് സുരേന്ദ്രൻ വീണ്ടും അധ്യക്ഷ പദവിയിൽ തുടർന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹത്തിന് അനുകൂലമാണ്. പൊതുവിൽ കേന്ദ്ര നേതൃത്വം എടുത്തിട്ടുള്ള ഒരു നിലപാട് 5 വർഷമായ ജില്ലാ പ്രസിഡന്റുമാർക്കും തുടർന്ന് മത്സരിക്കാം എന്നൊരു തീരുമാനം കേന്ദ്രം കൈക്കൊണ്ടിട്ടുണ്ട്. അത് സംസ്ഥാന നേതൃസ്ഥാനത്തേക്ക് ബാധകമാകുമോ എന്നതാണ് ചോദ്യം. അവിടെ അങ്ങനെ ബാധകമാകും എന്നൊരു സൂചനയാണ് കേന്ദ്ര നിരീക്ഷകന്റെ ഭാഗത്ത് നിന്ന് ഈ ഓൺലൈൻ യോഗത്തിലുണ്ടായത്. അങ്ങനെയെങ്കിൽ സുരേന്ദ്രൻ വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തും എന്ന സൂചന തന്നെയാണ്. ഇവിടെയാണ് എതിർപ്പുണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് സുരേന്ദ്രന്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം, അത് വോട്ട് ഷെയർ ബി.ജെ.പിക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിലുണ്ടായ വിജയം, തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. ഇതെല്ലാം തന്നെ സുരേന്ദ്രന് അനുകൂലമായ ഘടകങ്ങളാണ്. അതിനപ്പുറത്തേക്കാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ തീരുമാനം കൂടി സുരേന്ദ്രന് അനുകൂലമായി എത്തുന്നത്. അവിടെയാണ് കൃഷ്ണദാസ് പക്ഷത്തിന്റെ എതിർപ്പ്. അങ്ങനെയെങ്കിൽ എന്തിനാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രഖ്യാപിച്ചത് എന്ന ഒരു ചോദ്യമാണ് ഈ ഓൺലൈൻ യോഗത്തിൽ കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കൾ ഉയർത്തിയത്. തുടർന്ന് നിരീക്ഷകൻ അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്ത ശേഷം ഈ ജില്ലാ പ്രസിഡന്റുമാർക്ക് നൽകുന്ന ഇളവ് അത് സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിൽ വരുമോ എന്നത് കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്ത ശേഷം അറിയിക്കാമെന്ന ഒരു മറുപടിയാണ് നിരീക്ഷകന്റെ ഭാഗത്തു നിന്നുണ്ടായത്. തുടർന്നാണ് ഈ യോഗത്തിൽ നിന്ന് കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കൾ വിട്ടുപോയത്. പി.കെ. കൃഷ്ണദാസും എം.ഡി. രമേശും കാശിനാഥും അടക്കമുള്ള നേതാക്കളാണ് ഈ ഓൺലൈൻ യോഗത്തിൽ നിന്ന് വിട്ടുപോയത്. അപർണ. യെസ്, വിനോദ് വിവരങ്ങൾ.